എന്റർടൈൻമെന്റ് ചാനലിൽ ചാറ്റ് വിത്ത് സെലിബ്രിറ്റിയിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ബിബിൻ അശോകാണ്. ഹലോ. ഹായ്. ഈ കേരളത്തിൽ സത്യം പറഞ്ഞാൽ ഓണം ഇത്രയും വൈബാക്കി മാറ്റിയൊരു വ്യക്തിയാണ്. അപ്പം നമുക്ക് അതിലൂടെ തന്നെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് ആ പാട്ടിലേക്ക് വന്നത്? അത് ഈ സാഹസം എന്നുള്ള മൂവിയിലെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് ഒരു IT കമ്പനിയിലെ ഓണാഘോഷം നടക്കുകയാണ്. അതേസമയം അവിടെ കുറച്ച് വേറെ പല ആക്ടിവിറ്റീസ്, കുറച്ച് ഉദ്യോഗജനകമായ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫാസ്റ്റ് നമ്പർ വേണം അവിടെ. അപ്പോൾ ഓണം ഇപ്പുറത്തെ സൈഡിൽ ഓണം നിൽക്കുന്നുണ്ട്, ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയപ്പോൾ ഡയറക്ടറും എൻ്റെ അടുത്ത് ആദ്യം തന്നെ കണ്ടപ്പോൾ പറഞ്ഞു, നമ്മൾ ഓണപ്പാട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അത് പക്ഷേ നമ്മൾ സോ കോൾഡ് ആ ഒരു നൊസ്റ്റാൾജിയ, അങ്ങനത്തെ ഒരു നൊസ്റ്റാൾജിക് ഫീലൊക്കെ ഉള്ള പാട്ടുകളാണ് കൂടുതലുള്ളത്. നമ്മളെപ്പോഴും ഓണത്തിന് പക്ഷേ എവിടെ പോയാലും ഡാൻസ് എന്തായാലും ഉണ്ടാവും. ഒരു ഏതെങ്കിലും പാട്ട് വെച്ചിട്ട് ഡാൻസ് പരിപാടികൾ, അങ്ങനത്തെ ഒരു ആഘോഷം എല്ലായിടത്തും ഉണ്ടാവും, കോളേജിലാണെങ്കിലും ഫ്ലാറ്റുകളിലാണെങ്കിലും. അപ്പോൾ ആ ഒരു സ്പേസിലേക്ക് നമ്മൾ എന്തുകൊണ്ട് ഓണമായിട്ട് ബന്ധപ്പെട്ടൊരു പാട്ട് തന്നെ ചെയ്തുകൂടാന്നുള്ള ചിന്തയിൽ നിന്നാണ് ഇങ്ങനൊരു പരിപാടി ഉണ്ടായത്. പക്ഷേ ഇപ്പം സത്യം പറഞ്ഞാൽ ഈ കേരളത്തിൽ ഈ ഓണം സീസണിൽ ഇത് ഇത്രയും ഹിറ്റ് ആവുന്നുള്ളൊരു ധാരണയൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പാട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് ഒരു ഹിറ്റാനല്ല, ഒരു ശ്രദ്ധിക്കപ്പെടാൻ സാധ്യത ഉണ്ടെന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു, ചെറുതായിട്ടെങ്കിലും ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് ഏത് മൂഡൊക്കെ വന്നപ്പോൾ അത് ഓൾറെഡി ആൾക്കാരിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വാക്കാണല്ലോ, അത് എല്ലാവരും ട്രെൻഡിങ് ആയിട്ടുള്ളൊരു വാക്കാണ്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ ശ്രദ്ധിക്കും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും ഒരിക്കലും പ്രതീക്ഷയില്ല. കാരണം ഈ ഓണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കയ്യിലാണ് അല്ലെ. ഇത്തവണ മൊത്തം എവിടെ പോകുമ്പോഴും നമുക്ക് കേൾക്കാൻ പറ്റുന്നത് ഓണ വൈബ് തന്നെയാണ്. കാരണം എനിക്ക് തോന്നുന്നു ഈ എല്ലാ ഓഫീസുകളിലാണെങ്കിലും ഈ തവണ ഓണം ആഘോഷിക്കുമ്പോൾ ഫസ്റ്റ് സെലക്ട് ചെയ്യുന്ന പാട്ട് അതായിരിക്കും അല്ലേ? ഓക്കെ. അപ്പോൾ ഞാൻ നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക്, നമ്മുടെ ഈ മൂവി ഇൻഡസ്ട്രിയിലേക്ക് ബിബിൻ്റെ എൻട്രി എങ്ങനെയായിരുന്നു? ഞാൻ മ്യൂസിക് ഡയറക്ഷൻ ആണോ ഉദ്ദേശിച്ചത്? അതെ, മ്യൂസിക് ഡയറക്ഷൻ. മ്യൂസിക് ഡയറക്ഷൻ ഫസ്റ്റ് ചെയ്യുന്നത് ഞാനൊരു പടത്തിൻ്റെ BGM ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. BGM മാത്രം, പാട്ട് ചെയ്തില്ല. അത് കൊറോണ ധവ എന്നുള്ളൊരു മൂവിയാണ്. അതിൻ്റെ BGM ചെയ്തിട്ടാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മ്യൂസിക് ഡയറക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ മുമ്പ് പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. പല മ്യൂസിക് കമ്പോസേഴ്സിൻ്റെ കൂടെ, മെയിൻലി ബിജിബാലിൻ്റെ കൂടെ വർക്ക് ചെയ്യായിരുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട് അപ്പോൾ എത്ര വർഷമായി? 10 വർഷം. 10 വർഷമായി. അപ്പോൾ ഇപ്പോഴാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ ചെയ്തു തുടങ്ങിയത്. അതെ, 2 വർഷമായി തുടങ്ങിയിട്ട്. 2 വർഷമായിട്ട്. അപ്പോൾ ഈ 2 വർഷത്തിൽ നമ്മുടെ ഒരു ഹൈപ്പ് ഉണ്ടാവില്ല നമ്മൾ ചെയ്ത് വെച്ചതിൽ. ഇപ്പം എനിക്ക് തോന്നുന്നു മന്ദാകിനി മൂവിയിലെ ഓൾമോസ്റ്റ് എല്ലാ സോങ്ങും ഉണ്ടല്ലേ. അപ്പൊ അതും ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പൊ അതെങ്ങനെയാണ് ആ ഒരു മൂവിയിലേക്ക് നമ്മൾ എങ്ങനെയാണ് വന്നത്? അത് ആക്ച്വലി ഞാൻ കൊറോണ ധവാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വിനോദ്, എൻ്റെ ഡയറക്ടർ വിനോദ് ഞാൻ ചെയ്തൊരു ഷോർട്ട് ഫിലിം, വിനോദിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഷോർട്ട് ഫിലിം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടാണ് എന്നെ വിളിക്കുന്നത്. ഇങ്ങനെ ഒരു പടം പ്ലാൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൽ ഇങ്ങനെ മ്യൂസിക് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് വെച്ചിട്ട് വിളിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ അതിലേക്ക് വരുന്നത്. എൻട്രി ആവുന്നത്. അതെ അതെ അതെ. അപ്പോൾ എനിക്കൊന്ന് അതിലും ഇതുപോലെ ഭയങ്കര ഹിറ്റായ ഒരു പാട്ടുണ്ടല്ലോ, വട്ടയപ്പം. ആ ഒരു സോങ് എനിക്കൊന്ന് ഡെപ്സി എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം ഓളമാണ്. ആൾക്കാരെല്ലാവരും ഡെപ്സിയുടെ ഒരു സോങ് ഉണ്ടെന്ന് പറയുമ്പോൾ അത് ഏറ്റെടുക്കും. അപ്പോൾ അതും ഇതുപോലെ ഭയങ്കര ഹിറ്റാണ്. അപ്പോൾ എനിക്കൊന്ന് കഴിഞ്ഞ വർഷത്തെ ഒരു നല്ലൊരു ഹിറ്റ് മൂവി മീൻസ് സോങ് നമുക്ക് കിട്ടി. അതുപോലെ ഈ വർഷം നമുക്ക് ഇറങ്ങിയ ഇതിലും നമുക്ക് ഇതുപോലെ ഒരു ഭയങ്കര ഹിറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻ, അതായത് നമുക്ക് ഇനിയുള്ള നമ്മുടെ കയ്യിൽ ഇപ്പം ഓണം തൊട്ട് നമുക്ക് അങ്ങോട്ട് ഏതൊക്കെ മൂവീസ് ഉണ്ട്? ഇനി ഇറങ്ങാനുള്ളത്, ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിഭീകര കാമുക എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണ്. അത് എനിക്കൊന്ന് ഒക്ടോബർ ഒക്കെ ആകുമ്പോൾ, ലാസ്റ്റൊക്കെ ആകുമ്പോൾ റിലീസ് ചെയ്യാൻ അങ്ങനെയാണ് ഇപ്പോഴത്തെ പ്ലാൻ. അത് മാറുമെന്നറിയില്ല, ഫിക്സ്ഡ് അല്ല, അങ്ങനത്തെ ഒരു ഇതിലാണ്. അപ്പോൾ അതിൻ്റെ BGM വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നെക്സ്റ്റ് റിലീസ് ചെയ്യാനുള്ളത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ 10 വർഷത്തിനിടെ ഇപ്പം നമ്മൾ ഇൻഡിപെൻഡൻ്റായി ചെയ്ത് തുടങ്ങിയപ്പോൾ ഒരു ഹാപ്പി, ഒരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഉണ്ടാവുമല്ലോ, അതെങ്ങനെയാണ്? അത് നൈസാണ്. ഇതാണോ നല്ലത്, അല്ലെങ്കിൽ ഒരാളുടെ അണ്ടറിലിരുന്ന് നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് ചെയ്യുന്നതാണോ നല്ലത്? അല്ല, ടെൻഷൻ രണ്ടിലും നമുക്കിപ്പോൾ ചെറുതായിട്ട് മറ്റേതിലുണ്ട്, ഇതിൽ കുറച്ച് കൂടുതലുണ്ട് സത്യമാണ്. പക്ഷെ അതെ അതെ, ഫുൾ റെസ്പോൺസിബിലിറ്റിയും നമുക്കാണ്. പക്ഷെ എന്നാലും ഇത് ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട് ഞാൻ. അതെ അതെ, മറ്റേതിനെക്കാട്ടും തോന്നുന്നു ഒരുപാട് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു അല്ലെ, എല്ലാ സ്ഥലങ്ങളിലും പോയാൽ നമ്മളെ പേര് പറഞ്ഞാൽ തന്നെ നമ്മൾ അറിയപ്പെടും. അപ്പൊ ആ ഒരു സെലിബ്രിറ്റി എന്നുള്ള ഒരു ഇത് നമ്മൾ ആഘോഷിക്കാൻ തുടങ്ങി. നമുക്കൊരു നോർമൽ പേഴ്സൺ ആവാനാണോ കൂടുതൽ ഇഷ്ടം, അതോ സെലിബ്രിറ്റി ലെവലിൽ അങ്ങനെ അറിയപ്പെടാനാണോ? എനിക്ക് നോർമൽ പേഴ്സൺ, എന്റെ വർക്കുകൾ ആൾക്കാർ എല്ലാവരും അംഗീകരിക്കണം. അതായത് വർക്കുകൾ ഇഷ്ടപ്പെട്ട് എന്നെ അറിയണം. അതെന്റെ പേരറിഞ്ഞാൽ മതി. എന്റെ മുഖമൊന്നും അങ്ങനെ എവിടെ പോയാലും അങ്ങനെ എന്നാളല്ലേ എന്ന് ചോദിക്കുന്നത് അത്ര. അതായത് എനിക്കൊരു സ്വാതന്ത്ര്യം വേണം, സെൽഫായിട്ട് എനിക്കൊരു ഇത് കിട്ടണം അല്ലേ? ഓക്കെ, അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്
അതെ 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 എനിക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ വർക്കുകൾ, എൻ്റെ പാട്ടുകൾ ആൾക്കാർ ഇഷ്ടപ്പെടണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് വിപിനെ കാണുന്ന സമയത്ത് വളരെ ചുരുക്കം, വളരെ കുറച്ച് സംസാരിക്കുന്ന വ്യക്തിയായിരുന്നു അല്ലേ? നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റ് ടൈം കാണുമ്പോൾ ഒട്ടും സംസാരിച്ചിട്ടില്ലല്ലോ. അതെ, ഇല്ല. അന്നാണെങ്കിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് സോങ് റിലീസ് ചെയ്യുന്ന സമയമായിരുന്നു. ഞാൻ കുറച്ച് ടെൻസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് മാത്രമല്ല, ഞാൻ അങ്ങനെ ഒരുപാട് സംസാരിക്കും. നമ്മളൊരു ഫസ്റ്റ് ഒരാളെ പരിചയപ്പെട്ട ഉടനെ ഞാൻ ഭയങ്കര ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റാറില്ല. അത് കുറച്ച് കമ്പനിയായി ആകുമ്പോൾ ഓക്കെ സെറ്റ് ആവും. അത്രേ ഉള്ളൂ. ഞാൻ ആലോചിച്ചത് ആദ്യം തന്നെ കണ്ട ആളിൽ നിന്ന് ഇപ്പം കാണുമ്പോൾ ഒരു നല്ല വ്യത്യാസം തന്നെയാണ്. കാരണം അന്ന് കണ്ടപ്പോൾ ഒട്ടും എനിക്ക് വളരെ ചുരുക്കം കുറച്ച് കാര്യങ്ങൾ മാത്രം സംസാരിച്ച് വിട്ടൊരു വ്യക്തിയാണ് നമ്മൾ. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ഈ ഒരു ഫീൽഡിൽ വന്നു. ഇപ്പം നമ്മൾ ഇതിൽ ഒരു സെലിബ്രിറ്റി ലെവലിൽ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഭാര്യ, കുട്ടി, അവരെ ഒരു ഹാപ്പിനെസ് ഉണ്ടാവില്ല, അവരുടെ കൂടെ ഉണ്ടാവുന്നത്, അതൊക്കെ എങ്ങനെയാണ്? അതെ, അവരും ഈ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്, അവരും ഹാപ്പിയാണ്. പിന്നെ അവരാണല്ലോ നമ്മളെ എന്താ പറയുക, എല്ലാം കൊണ്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതും. അവരെ സപ്പോർട്ടിലൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ വൈഫിൻ്റെ പേര് രമ്യ എന്നാണ്. ഇവിടെ യൂണിയൻ ബാങ്കിൽ വർക്ക് ചെയ്യാണ്. ഒരു മോളുണ്ട്, ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അവരും കൂടി നമ്മളിവിടെ വേണമായിരുന്നല്ലേ? അവരും കൂടി നമുക്ക് പരിചയപ്പെടുത്തായിരുന്നു. പിന്നെ അവള് ഈ പറഞ്ഞ പോലെ ബാങ്കിലെ കുറച്ച് തിരക്കുകൾക്കുണ്ട്, അതുകൊണ്ട് എപ്പോഴും. അപ്പം ആക്ച്വലി ഇവിടെ മൈഗ്രേറ്റ് ചെയ്ത് നമ്മളിപ്പോൾ എറണാകുളത്താണ് ജീവിക്കുന്നത്. നമ്മുടെ ഏതാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം? നമ്മുടെ നാട്ടുമ്പുറമായിട്ടാണോ അത് ഇതുപോലെ ഒരു ടൗൺ സിറ്റിയിൽ ജീവിക്കുമ്പോൾ ആണോ കൂടുതൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി ഇവിടെ ആയിരിക്കും അല്ലേ? അതെ ആക്ച്വലി എനിക്ക് സിറ്റിയിൽ ജീവിക്കാനാണ് ഇഷ്ടം. അതെ, നാട്ടിനോടൊന്നും എനിക്ക് താല്പര്യമൊന്നുമില്ല, രണ്ടും ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോ എൻ്റെ അടുത്ത് നാട്ടിൽ സെറ്റിൽ ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല. ഇവിടുത്തെ ഒരു സൗകര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മാറാം. കുറെ കഴിയുമ്പോൾ നമ്മളിപ്പോൾ കുറച്ച് പ്രായമൊക്കെ ആകുമ്പോൾ നാട്ടിൽ പോയി സെറ്റിൽ ആവുന്നൊക്കെ ആയിരിക്കും. അല്ല, എപ്പോഴും നമ്മൾ ജനിച്ച് വളർന്ന നാടിനോട് നമുക്കൊരു ചെറിയൊരു ഇഷ്ടവും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷേ നമുക്ക് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എപ്പോഴും കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയ ഒരു സ്ഥലത്ത്. ഇവിടെ ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എപ്പോഴും എല്ലാരെയും കാണാം, ആക്സസിങ് പ്ലേസ് അല്ലേ? ഇപ്പൊ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഇവിടെ തന്നെയാണോ സ്റ്റുഡിയോ? എറണാകുളത്ത് തന്നെയാണ്. ഈ നമ്മളിപ്പം മന്ദാകിനിയിലെ പാട്ട് ഏറ്റവും കൂടി ഹിറ്റ് ആയ പാട്ട്, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് മന്ദാകിനിയിലെ എല്ലാ പാട്ടും വിപിൻ തന്നെയല്ലേ ചെയ്തത്? അപ്പൊ ഈ ഒരു പാട്ടൊക്കെ എഴുതുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ ആ പാട്ടിലേക്കൊക്കെ വന്നത്? ഇപ്പൊ നമ്മളൊരു സ്ക്രിപ്റ്റ് പറയും, ഡയറക്ടർ വന്ന് അങ്ങനെയാണോ ചെയ്യുന്നത്? അതെ, സ്ക്രിപ്റ്റ് തന്നിട്ടുണ്ട്. എല്ലായ്പ്പോഴും എനിക്ക് സ്ക്രിപ്റ്റ് വായിക്കാൻ തരാം. ഇപ്പൊ സാഹസമാണെങ്കിലും മന്ദാകിനി ആണെങ്കിലും സ്ക്രിപ്റ്റ് വായിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഡയറക്ടർ എക്സ്പ്ലെയിൻ ചെയ്യും. ഇപ്പോൾ മന്ദാകിനിയിലാണെങ്കിൽ ആദ്യം വിനോദ് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയാണ് സിറ്റുവേഷൻസ്, അപ്പോൾ ഇങ്ങനത്തെ മൂഡ് പാട്ട് വേണം എന്നുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരും. അങ്ങനെയാണ് നമ്മൾ ആദ്യം ഈണ ഉണ്ടാക്കും, പിന്നെ ഒരു ലിറിക്സ് റൈറ്റർ അവിടെ ഇരുന്നിട്ട് അതിന് വരികൾ ഉണ്ടാക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. ഞാൻ ചോദിക്കാൻ കാര്യം, നമ്മളിപ്പം ചില ആൾക്കാർക്ക് ഇപ്പം വൈകുന്നേരം ഇരുന്ന് എഴുതണം, അല്ലെങ്കിൽ അത് മ്യൂസിക് കമ്പോസ് ചെയ്യുന്നതെല്ലാം ഫ്രീ ആവുന്ന ഒരു ടൈം വേണം. അങ്ങനെ ഒരു ടൈമിംഗ് ഒക്കെ നോക്കിയിട്ടായിരിക്കും നമുക്ക് ഒരു കംഫർട്ടബിൾ ടൈം ഒക്കെ കാണുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? നൈറ്റ് ആണ്. ലേറ്റ് നൈറ്റ് ആണ് എൻ്റെ കംഫർട്ടബിൾ. അപ്പൊ ആ സമയത്താണ് എനിക്ക് ആ ഒരു BGM ഒക്കെ കറക്റ്റ് ആയിട്ട്. എനിക്ക് എപ്പോഴും ഞാൻ വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് നൈറ്റ് ടൈമിലാണ്. മീൻസ് ഒരു ശല്യം ഒന്നും ഇല്ലാതെ ഫ്രീ ആയി നമുക്ക് ഒന്നിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പൊ ഈ വിപിൻ അശോക് എന്ന് പറഞ്ഞൊരു പേര് നമ്മൾ എവിടെയെങ്കിലും രജിസ്റ്റർഡ് ആവണം, അല്ലെങ്കിൽ നമ്മുടെ ഒരു സിഗ്നേച്ചർ വേണം എല്ലാ കാര്യങ്ങൾക്കും ഉള്ളത്. അപ്പൊ നമ്മളൊരു കാഴ്ച ഉണ്ടാവല്ലോ, നമ്മുടെ മുൻപിൽ ഒരു വ്യൂ ഉണ്ട്, നമുക്ക് ഈ ഇദ്ദേഹത്തിനൊക്കെ പോലെ ആവണം, അങ്ങനെയൊക്കെ വലിയ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? മ്യൂസിക് ഡയറക്ഷൻ എന്നുള്ളത് എൻ്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല ചെറുപ്പത്തിലൊന്നും. പക്ഷേ ഈ ഫീൽഡിൽ എന്തെങ്കിലും ആയി നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകുന്നത്. +2 ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകും. കാരണം ഇതിൽ ഈ ഫീൽഡ് തന്നെ വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ മ്യൂസിക് ഡയറക്ഷൻ എൻ്റെ മനസ്സിൽ എനിക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു മേഖലയാണെന്നാണ് അന്ന് എനിക്ക് തോന്നിയത്. പക്ഷേ പിന്നെ ഇതിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ആയപ്പോഴാണ് കുഴപ്പമില്ല, വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ എന്നുള്ളത് വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് ആ ഒരു ഇത് വന്നത്. അതെ. അപ്പോൾ പാട്ട് പാടൂ? പാട്ട് പാടുമോയെന്ന് വെച്ചാൽ ഒരു വളരെ ബേസിക് ആയിട്ട് ട്യൂണൊക്കെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പാട്ട് മാത്രമേ ഉള്ളൂ. പാട്ട് പഠിച്ചിട്ടോ അങ്ങനെയൊന്നുമില്ല. മ്യൂസിക് സംബന്ധമായിട്ട് നമ്മുടെ വീട്ടിൽ കുടുംബത്തിൽ ആരെങ്കിലും ഇപ്പൊ അച്ഛൻ, അമ്മ, അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടായിട്ടുണ്ടോ? അച്ഛൻ മ്യൂസീഷ്യനാണ്. അച്ഛൻ പ്രൊഫഷണൽ അല്ല, അച്ഛൻ സ്കൂൾ ടീച്ചറാണ്, മലയാളം ടീച്ചറാണ്. പക്ഷേ അച്ഛൻ ഹാർമോണിയം വായിക്കും, അത്യാവശ്യം പാടും, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യുന്നുണ്ടോ? ഞാൻ ഹാർമോണിയം വീട്ടിലുണ്ടായിരുന്നു. ജനിച്ചപ്പോൾ തന്നെ ഹാർമോണിയം കണ്ടിട്ടാണ് ഞാൻ വളരുന്നത്. അപ്പൊ അത് ഞാൻ സ്ഥിരം പോയി പഠിച്ചിട്ടൊന്നും ഇല്ലെങ്കിലും അച്ഛൻ പഠിപ്പിച്ചു തരുന്ന അതെ. അച്ഛൻ അതിന് ക്ലാസിക്കൽ രീതിയിലൊന്നും അല്ല, അത് മിക്കവാറും സിനിമ പാട്ടുകളെ
ഇക്കാനാണ് എനിക്ക് പഠിപ്പിച്ചു തരാം. അങ്ങനെ സിനിമ പാട്ടുകൾ വായിച്ചിട്ടാണ് പഠിച്ചത്. ഓക്കെ, അപ്പൊ നമ്മുടെ പുതിയ മൂവിയിലേക്ക് വരാം. നമുക്കിപ്പം ലേറ്റസ്റ്റ് നമ്മൾ ഇറങ്ങി ഇത്രയും ഹിറ്റായ ഒരു മൂവി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ നമ്മളെ പാട്ടിന് കിട്ടുന്ന ഒരു റെസ്പോൺസ് അതൊക്കെ എങ്ങനെയാണ് നമ്മൾ എൻജോയ് ചെയ്തത്? അത് അടിപൊളി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ കുറേ തിയേറ്റർ വിസിറ്റ് പോയിട്ടുണ്ടായിരുന്നു പല സ്ഥലങ്ങളിലായിട്ട് ടീമിൻ്റെ കൂടെ. അപ്പോൾ ഈ ഓണം മൂഡ് പാട്ട് പടം കണ്ടവർക്കറിയാം, എൻ ക്രെഡിറ്റിൽ അതാണ് ആ ഒരു പാട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആൾക്കാർ പടം കഴിഞ്ഞിട്ടും ഈ പാട്ട് എൻക്രെഡിറ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഈ പാട്ട് കഴിയുന്നവരെ ആളെ വെയിറ്റ് ചെയ്തിട്ടാണ് ആൾക്കാർ പോകുന്നത്. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രം അവർ തിയേറ്ററിൽ സിനിമ കഴിഞ്ഞിട്ടും ആ എൻക്രെഡിറ്റും പാട്ടും എൻക്രെഡിറ്റിൻ്റെ കൂടെ പാട്ട് വരുന്നത് അത് ഫുൾ കഴിഞ്ഞിട്ടാണ് ആൾക്കാർ എഴുന്നേറ്റ് പോകുന്നത്. അത് കാണുമ്പോൾ നല്ല ഹാപ്പിയാണ്. നമ്മൾ ഈ മൂവീസിന് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ പാട്ട് കമ്പോസ് ചെയ്തൊക്കെ കഴിയുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലി പോലെ ആയിരിക്കും അല്ലെ, ആ ഒരു ടീമിന്റെ കൂടെ. അപ്പൊ നമ്മൾ എല്ലാവരുമായിട്ടും ആ ഒരു ഇത് വരുന്നുണ്ടോ? ഇപ്പൊ ആക്ടേഴ്സ് ആയിട്ടെല്ലാം നമ്മളൊരു കോണ്ടാക്ട്സ് വെക്കും. അതെ ഉണ്ട്. ഇപ്പോൾ മന്ദാകിനിയിലാണെങ്കിലും സഹസിലാണെങ്കിലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഇപ്പം കമ്പനിയാണ്. എല്ലാവരുമായിട്ട് ഫ്രണ്ട്സ്. കൂടുതലും ആക്ടേഴ്സിനെ നമ്മൾ കാണുന്നത് എല്ലാം കഴിഞ്ഞ് ഈ പ്രൊമോഷൻ പരിപാടികൾക്കാണ് ആക്ടേഴ്സുമായിട്ട് കാണുന്നത്. പക്ഷെ അതിനെക്കാട്ടിലും ഡയറക്ടർ അല്ലെങ്കിൽ എഡിറ്റർ ഇവരൊക്കെ ആയിട്ട് നമ്മൾ ദിവസങ്ങളോളം ഇരുന്ന് വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവരൊക്കെ ആയിട്ട് നല്ല കമ്പനിയാണ്. പിന്നെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പായി മാറാറുണ്ട്. ഇപ്പോൾ വിനോദാണെങ്കിലും ഇതിൻ്റെ ബിപിൻ കൃഷ്ണ ആണെങ്കിലും ഇപ്പം ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. അപ്പൊ അടുത്തൊരു മൂവി ഒക്കെ വരുമ്പോൾ ഒരു ടീം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ? സെയിം ടീം തന്നെ ഒരു കോംബോ. ഓക്കെ, ഉണ്ടാവട്ടെ. അതുപോലെ നമ്മുടെ ഈ ഓണം വൈബില് ശരിക്കും പറഞ്ഞാൽ ഇപ്പം റംസാൻ ഒക്കെ ഭയങ്കര ഗംഭീര ഡാൻസ് ആയിരുന്നു. അപ്പൊ ഇവരുടെ ഈ നമ്മൾ ഈ പാട്ട് ചെയ്തു പിന്നെ ഈ ഡാൻസും കമ്പോസ് ചെയ്തൊക്കെ കാണുമ്പോൾ എങ്ങനെ മീൻസ് അതൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അവര് പറയൂ ചേട്ടാ സൂപ്പർ ആയിരുന്നു ഈ പാട്ട് അങ്ങനെയൊക്കെ വന്ന് സംസാരിക്കുന്നുണ്ട്? പിന്നെ അവരൊക്കെ ഞങ്ങള് ഇത് ഓണം മൂഡിന്റെ പ്രൊമോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അവരൊക്കെ ഇങ്ങനെ പറയും പാട്ട് പൊളിച്ചു അങ്ങനെയൊക്കെ ഒന്ന് പറയാറുണ്ട്. അത് പറഞ്ഞിട്ടുണ്ട്. റംസാനാണ് മൊത്തത്തില് ആ ഒരു വീഡിയോ ഡയറക്റ്റ് ചെയ്തും റംസാനാണ്. കൊറിയോഗ്രാഫിയും ഡയറക്ഷനും ആ പ്രൊമോ വീഡിയോ ചെയ്തിരിക്കുന്ന റംസാനാണ്. അപ്പോൾ അതിൽ ഞാൻ ചെറിയൊരു ഒന്ന് വന്നു പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ അവിടെ ഒരു സോങ്ങിലുണ്ടോ? ഉണ്ട്. കണ്ടില്ല അല്ലേ? ആക്ച്വലി ആ ഡാൻസ് കണ്ടു, പക്ഷെ അതങ്ങനെ ഞാൻ ശ്രദ്ധിച്ചില്ല. അതിലൊരു കൊല എടുത്ത് ഇങ്ങനെ എറിഞ്ഞിട്ട് ഏത് മൂഡ് നീ ചോദിക്കുന്നുണ്ട് ഞാൻ. സ്വന്തം പാട്ട് തന്നെ മൂഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനുണ്ട്, വിനായക് ശശികുമാർ, ഞങ്ങൾ രണ്ടുപേരും അതിൽ കയറി അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ ഇന്ന് തന്നെ അത് പോയിട്ടൊന്ന് എടുത്ത് നോക്കണം. ആക്ടിംഗിലേക്ക് വരുന്നുണ്ടോ? ഇല്ല. ഇത് പിന്നെ അവരൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രം ഡയറക്ടർ ഉണ്ട്, പ്രൊഡ്യൂസർ ഉണ്ട്, എല്ലാവരും അതിലുണ്ട്. ഫുൾ ടീമും ആ ഒരു പാട്ട് തന്നെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ടീം മൂഡ് അങ്ങ് ക്രിയേറ്റ് ചെയ്തു, വേറെ വൈബാക്കി മാറ്റിയാൽ പാട്ട്. അതെ. അപ്പൊ നമ്മുടെ ഈ മൂവീസിലേക്ക് വരുന്നവരെ ഈ ഒരു എന്താ പറയാ ഇതിന് മുൻപേ മ്യൂസിക് ഒരു ഡയറക്ടർ ആവുന്നതിന് മുൻപേ ഉള്ള ഒരു കുറച്ച് സ്ട്രഗ്ലിംഗ് കാലഘട്ടം ഉണ്ടാവും. അപ്പൊ നമ്മുടെ സ്വപ്നങ്ങളിലൊക്കെ നമ്മൾ എത്തിച്ചേർന്ന ഒരു മൊമെന്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു മന്ദാകിനിയും ഫസ്റ്റ് ചെയ്ത നമ്മളൊരു മൂവിയുണ്ട് തണുപ്പ്. അപ്പൊ ആ മൂവിയിലേക്ക് നമ്മൾ എൻട്രി ആവുന്ന ഒരു സമയം ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ സ്ട്രഗ്ലിംഗ് ആയിരുന്നോ നമുക്ക്? ഇല്ല, അങ്ങനെ സ്ട്രഗ്ലിംഗ് പീരീഡ് എന്നൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ സംശയമാണ്. ഞാനിപ്പോൾ സൗണ്ട് എഞ്ചിനീയറിങ് കഴിഞ്ഞു, നേരെ പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഹാപ്പി ആയിരുന്നു, ഞാനതിൽ തൃപ്തനായിരുന്നു. അങ്ങനെ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു മടുപ്പൊക്കെ വന്നു. ചെറിയൊരു മടുപ്പ്. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ മ്യൂസിക് കമ്പോസ് ആർക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അവരുടെ ഒരു ഐഡിയയും അതുമാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിലപ്പുറത്തേക്ക് ചെയ്യാൻ പറ്റുകയില്ല. ചില മ്യൂസിക് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്ത ചില മ്യൂസിക് ഡയറക്ടർ നമുക്ക് ചില ഫുൾ ഫ്രീഡം ഒക്കെ തരും. പക്ഷേ ചില ആൾക്കാർ അങ്ങനെയല്ല, അവരുടെ ഒരു പരിപാടി. അപ്പോൾ അതെന്നല്ലാണ്ട് നമ്മളതായ ഒരു ക്രിയേറ്റിവിറ്റി ചെയ്യാൻ കുറച്ചും കൂടിയും നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവുന്നത് നല്ലതെന്ന് തോന്നിയപ്പോൾ അപ്പോൾ എന്നാൽ പിന്നെ ഒന്ന് ചെയ്തിരുന്നത് നന്നായിരുന്നു എന്ന് തോന്നിയ സമയത്താണ് കൊറോണ ദാമൻ്റെ ബീജം വരുന്നത്. അത് കറക്റ്റ് ടൈമിൽ അതെങ്ങനെയോ വന്നു. നമുക്ക് ആരുടെ പോയിട്ട് ഒരു ചാൻസിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും നമുക്ക് വന്നിട്ടില്ല. ഇല്ല, അങ്ങനെ ഞാൻ ചോദിച്ചിട്ടില്ല. ഇല്ല. ശരിക്കും ഒട്ടും പ്രതീക്ഷിക്കാതെ എന്നല്ല, ഇങ്ങനെ ഒരു മ്യൂസിക് ഡയറക്ടർ ആവണം എന്നുള്ള ആഗ്രഹമൊന്നും ഇല്ലാതെ വന്നൊരു വ്യക്തിയാണ്. അതെ, ഒരു പരിധി വരെ അങ്ങനെ ഭയങ്കരമായ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ചെയ്ത് വന്നപ്പോൾ ഈ പ്രോഗ്രാമിങ് കുറേ ചെയ്ത് അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ സ്വന്തമായ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ഒരാഗ്രഹം വന്നിരുന്നു കുറേ കാലം കഴിഞ്ഞപ്പോൾ. ആ സമയത്താണ് ഈ ഇത് വന്നത്. അപ്പോൾ നമ്മൾ ഈ മ്യൂസിക് കമ്പോസ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർ റിജക്റ്റ് ചെയ്ത ചരിത്രമുണ്ടോ? റിജക്റ്റ് ആക്ച്വലി ഇപ്പൊ സ്റ്റോറി കേട്ടു, അപ്പൊ അതിന് ആപ്റ്റ് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളും മ്യൂസിക് എല്ലാം നമ്മൾ സെലക്ട് ചെയ്യുന്നു.
അതെ അതെ, അത് നമ്മൾ ചെയ്തു കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ ഡയറക്ടറിന് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുണ്ട്, ഇല്ലാണ്ടല്ല. അത് ഇപ്പോ പാട്ടുകൾ അധികം ഉണ്ടായിട്ടില്ല. BGM-ൽ ചില സീനുകളൊക്കെ അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ചിലപ്പോൾ നമ്മൾ ചെയ്യും. അപ്പോൾ അവർ പറയും ഇങ്ങനെയല്ല, വേറെ പരിപാടിയാണ് വേണ്ടതെന്നുള്ളത് പറയും. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരുപാടൊന്നും ഉണ്ടായിട്ടില്ല, കുറച്ച്. അപ്പോൾ എനിക്കൊന്നും മന്ദാകിനിയിലൊന്നും അധികം ഉണ്ടായിട്ടേ ഇല്ല. മന്ദാകിനിയിൽ എനിക്കൊന്നും ആദ്യത്തെ ഒരു ഓമാര എന്നുള്ള പാട്ട് മാത്രമാണ് ഒന്ന് മാറ്റി. പക്ഷെ അത് വിനോദോ അല്ലെങ്കിൽ അതിലെ ടീമോ പറഞ്ഞിട്ടല്ല, എനിക്ക് തന്നെ തൃപ്തിയല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ് ആ പാട്ട്. അപ്പോൾ ഫസ്റ്റ് അതായിരുന്നില്ല അതിന്റെ? ഇല്ല, വേറൊരു വേർഷനും കൂടി ഉണ്ടായിരുന്നു. ബാക്കി എല്ലാ പാട്ടും ഇപ്പം എന്താണോ കേൾക്കുന്നത് അത് തന്നെയാണ് ഫസ്റ്റ് വേർഷൻ. പക്ഷെ ആ ഒരു പാട്ട് മാത്രം വേറൊരു വേർഷനും കൂടി ഉണ്ടായിരുന്നു. അതുപോലെ ഇതിൽ സാഹസത്തിലാണെങ്കിലും ഒരു പാട്ട്, ഇപ്പോൾ നഗരമോ എന്നിട്ടൊരു പാട്ടുണ്ട് അതിൽ. അതിപ്പോൾ കഴിഞ്ഞ ദിവസം റിലീസായിട്ടേ ഉള്ളൂ. അപ്പോൾ അത് ഇങ്ങനെ 2 വേർഷൻ ചെയ്തു. ബാക്കിയെല്ലാം ഫസ്റ്റ് വേർഷൻ തന്നെയാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഇല്ല, ഞാനിതിപ്പോൾ പെട്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ അഴകിയ രാവണൻ സിനിമയുണ്ട്. അതില് അതന്നെ, കാരണം മ്യൂസിക് ഡയറക്ടർ ഒരു ട്യൂൺ ഇടുന്നു, ഡയറക്ടർ മറ്റൊരു ട്യൂൺ പറയുന്നു. അല്ല സോറി, പ്രൊഡ്യൂസർ. അപ്പൊ ആ ഒരു സ്റ്റൈൽ നമ്മുടെ ഇടയിൽ വന്നിട്ടില്ല. അത് വരാം, ചിലപ്പോൾ വരാം. അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ എനിക്കറിയില്ല, പക്ഷെ എനിക്കിതുവരെ വന്നിട്ടില്ല. ഉണ്ടാവാം, വരാതിരിക്കാം അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളത് ഹാൻഡിൽ ചെയ്ത് പൊക്കോളും എന്ന് വിചാരിക്കുന്നു. എനിക്കിതുവരെ വരാത്തോണ്ട് എനിക്കറിയില്ല എന്ത് സംഭവിക്കുന്നത്. ഈ നമ്മുടെ മൂവീസിൽ നമ്മൾ പാട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു സോങ് നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര ദിവസം എടുക്കും കമ്പോസ് ചെയ്ത് വരാൻ വേണ്ടി? അത് ഡിപ്പെൻസ്. ഇതില് എനിക്ക് സ്വതവേ ഈ റൊമാൻറ്റിക് സോങ്സ് ഒക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ അതാണ്. പക്ഷേ ഈ ഓണം മൂഡ് പോലെ അല്ലെ വട്ടയപ്പം പോലെയുള്ള ഫാസ്റ്റ് നമ്പേഴ്സ് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ കുറച്ച് സമയം കൂടുതലെടുക്കും അങ്ങനത്തെ പാട്ടുകൾ ഉണ്ടാക്കാൻ. അത് ഓരോ പാട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ടൈം. മറ്റേ വൈബ് ഉണ്ടാക്കാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. അതെ അതെ അതെ, ഫാസ്റ്റ് നമ്പേഴ്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതല്ല നമ്മുടെ ഒരു മ്യൂസിക് ഡയറക്ഷൻ അല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്തായിരുന്നു ചെയ്യുക? എന്നെ കൊണ്ട് വേറെ പണിയൊക്കെ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ ഒരു പണി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. എന്താന്ന് വെച്ചാലേ, ഞാൻ ഈ സൗണ്ട് എഞ്ചിനീയറിങ് കഴിഞ്ഞു, കോഴ്സ് കഴിഞ്ഞു, എന്തെങ്കിലും ചെയ്യണമല്ലോ. അപ്പോൾ ആ സമയത്ത് ചെന്നൈയിൽ ഇങ്ങനെ നട്ടം തിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഒരു കമ്പനിയിൽ അവിടെ, പക്ഷേ അവിടെ മ്യൂസിക് തന്നെയാണ് മ്യൂസിക്. പക്ഷേ അവിടെ 9 to 5 ജോബാണ്. എന്താണെന്ന് വെച്ചാൽ ഈ പണ്ട് ആ സമയത്ത് ഈ മൊബൈലിലൊക്കെ സ്മാർട്ട് ഫോണിലൊക്കെ റിംഗ് ടോൺ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയായിരുന്നു. അപ്പോൾ അത് നമ്മളെ മുന്നിൽ കമ്പ്യൂട്ടർ ഉണ്ടാവും, അതിൽ മ്യൂസീഷ്യൻസിന് കേട്ടാൽ മനസ്സിലാവും. മിഡി നോട്ടുകൾ ഇങ്ങനെ മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്ത്, കീബോർഡൊന്നുമില്ല, ക്ലിക്ക് ചെയ്ത് ഉണ്ടാക്കുക. അവർ പറയുന്ന എന്താണോ അത് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മളെ ജോലി. അതുപോലും എനിക്ക് ഒരാഴ്ചക്കപ്പുറം തുടരാൻ പറ്റിയില്ല, ഞാൻ വിട്ടു. അങ്ങനത്തെ അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ ജോലി എനിക്ക് ആ ഒരു ഇന്ന ടൈമിൽ 9 to 5 ജോബ് എനിക്ക് പറ്റുമോ എനിക്ക് സംശയമാണ്. കറക്റ്റ് ടൈം ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് സ്വാതന്ത്ര്യം വേണം. അതെ അതെ, മറ്റൊരു ജോലിയിൽ പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഞാൻ 2 ലൈന് പാട്ട് പാടാൻ പറഞ്ഞാൽ എന്തായിരിക്കും? അത് കുറച്ച് പ്രശ്നമാണ്. ഒരു 2 ലൈൻ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു പാട്ട്, നമ്മൾ ചെയ്തതിലൊരു ഇഷ്ടമുള്ള 2 ലൈൻസ് മാത്രം മതി. സന്തത സഖിയേ സന്തത സഖിയേ നീ കടലാഴങ്ങളിൽ ഇന്ദിരമുഖിയേ ഇന്ദിരമുഖിയേ മുഖിലോ വിങ്ങലിൽ. അതില്ലേ? സൂപ്പർ. ഇതാണോ പാട്ട് പാടില്ലെന്ന് പറഞ്ഞത്? അല്ല, അത് അറിയില്ല. ഞാൻ പാട്ട് പാടി റെക്കോർഡ്, ഞാൻ ട്രാക്കുകൾ പാടാറുണ്ട്. ഇപ്പോൾ ഡയറക്ടേഴ്സിനെ കേൾപ്പിക്കാനും അല്ലെങ്കിൽ ഒരു സിംഗറിന് പറഞ്ഞു കൊടുക്കാനൊക്കെ ഞാൻ ട്രാക്ക് പാടാറുണ്ട്. പക്ഷെ ഞാനത് റെക്കോർഡ് ചെയ്ത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര നല്ല രസമായിട്ടുണ്ട് പാട്ട് പാടി. എന്നിട്ട് ഞാൻ സോഫ്റ്റ്വെയർ വെച്ച് മൊത്തം കറക്റ്റ് ചെയ്യും, അല്ല എൻ്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് അങ്ങനെ എന്നിട്ടാണ് അയച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ലൈവായിട്ട് പാടുന്നത് എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ലായ്മ വേണ്ടോ. ഇത് പുതിയതായിട്ട് ഇപ്പം സാഹസത്തിലെ 2ാമത് റിലീസ് ചെയ്ത പാട്ടല്ലേ? ഓക്കെ, ഇത് റൊമാൻറ്റിക് സോങ്. ഈ 2 ലൈൻ അല്ലാതെ ഒരു കുറച്ചും കൂടി പാടാൻ പറ്റുമോ? ഒരു 2-3 ലൈൻസ്. നല്ല രസമുണ്ട് ആ പാട്ട് കേൾക്കാൻ. എന്നാ പാടാം. അകമലരിലും നീയേ ജനിമൃതിയിലും അതിമധുര ചുംബന നേരം
മനുപമരാഗം ചിരപ്രണയമേ പ്രണയമേ അണയുമോ അരികിലായി നീലാഞ്ജന കണ്ണഴകേ നീഹാര നിലവഴകേ നീ എന്നിണക്കാമിനിയേ കൺമണിയേ നീലാഞ്ജന കണ്ണഴകേ നീഹാര നിലവഴകേ നീ എന്നിണക്കാമിനിയേ കൺമണിയേ. ഓ എത്ര ഭംഗിയായിട്ടാണ് പാടുന്നത്. പാട്ടൊന്നും പഠിക്കാതെ തന്നെ അല്ലേ? ഇതുവരെ പാട്ടൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ പ്രോപ്പറായിട്ട് പോയി പഠിച്ചത് തബലയാണ്. തബല വായിക്കാൻ അറിയാം. എൻ്റെ ഇപ്പോഴുള്ള ഒരു അങ്ങനത്തെ ഒരു ആഗ്രഹം പറയുകയാണെങ്കിൽ എനിക്കൊരു ഫുൾ സിംഫണി ഓർക്കസ്ട്ര ലൈവ് വായിപ്പിക്കാൻ താല്പര്യമുണ്ട്. അത് പക്ഷെ നല്ല എക്സ്പെൻസീവ് ആണ്. നല്ല അത്രയും വലിയ പടത്തിനൊക്കെ പറ്റുള്ളൂ. അത് ചെയ്താൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട്. ഫുൾ ഓർക്കസ്ട്ര വുഡ് വിൻസ് എല്ലാ ഇൻസ്ട്രുമെൻറ്റും കൂടിയിട്ടുള്ള ഒരു പുറത്തുനിന്ന് മീൻസ് മൂവീസിന് വേണ്ടിയിട്ടല്ല, മൂവീസിന് വേണ്ടിയിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് വേണ്ടിയിട്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമ്മൾ മലയാളം ഇൻഡസ്ട്രിയിലാണ്. അപ്പോൾ അതുപോലെ നമ്മൾ ആഗ്രഹിക്കില്ലേ എനിക്ക് എല്ലാ ഇൻഡസ്ട്രികളിലും പോകണം, തമിഴ്, തെലുങ്ക്, കന്നഡ. അതെ, അതും ആഗ്രഹമുണ്ട്, ഉറപ്പായിട്ടുണ്ട്. അത് നമുക്ക് അങ്ങനെ വല്ല ക്ഷണനം വന്നിട്ടുണ്ടോ? ഇല്ല, കന്നഡയിൽ നിന്ന് മുമ്പൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഈ ടൈമിങ് പ്രശ്നം കൊണ്ട് ഈ സാഹസത്തിൻ്റെ സമയത്ത് ഒരു പ്രൊജക്റ്റൊക്കെ, പക്ഷേ അതും വലിയ മൂവിയൊന്നുമല്ല, വളരെ ചെറിയൊരു മൂവി. വേറെ അങ്ങനെ കാര്യമായിട്ടൊന്നും നമ്മുടെ ഇപ്പോൾ മൂവി ഇറങ്ങി കഴിയുമ്പം ഈ ഒരു സോങ് നമ്മുടെ ഒരു സ്റ്റൈൽ പാറ്റേൺ ഒക്കെ കാണുമ്പം നമ്മൾ നോർമലി അവർ വിളിക്കുമല്ലോ, അല്ലെങ്കിൽ നമുക്കൊരു അഭിനന്ദനങ്ങൾ കിട്ടുമല്ലോ. അപ്പോൾ ഈ ഒരു മന്ദാകിനി ഇറങ്ങിയ സമയത്ത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ആരൊക്കെ വിളിച്ച് നമ്മൾ അഭിനന്ദിച്ചിട്ടുണ്ട്? കുറേ പേര് ഉണ്ട്. പെട്ടെന്ന് ഞാൻ അങ്ങനെ ആരൊക്കെയാണെന്നുള്ളത് ഓർക്കുന്നില്ല. അല്ല, നമുക്കിപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ അദ്ദേഹനെ വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരിക്കും എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. ഇപ്പം മ്യൂസിക് ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഒരു കോള് കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കില്ലേ? അത് ഓഫ് കോഴ്സ് ബിജിബാലാണ്. അത് എനിക്ക് ഇപ്പോൾ കിട്ടാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ സന്തോഷ് സഖിയെ പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് ബീച്ചേട്ടൻ പറഞ്ഞു. ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു അടുത്ത്. അപ്പോൾ അതാണ് ഏറ്റവും ഞാൻ ആഗ്രഹിക്കുന്നതും ഏറ്റവും വിലമതിക്കുന്നതും അത് തന്നെയാണ്. അതുപോലെ നമുക്ക് ഇന്ന ഒരു മ്യൂസിക് അല്ലെങ്കിൽ ഇന്ന രീതിയിലൊരു മ്യൂസിക് വേണം, അല്ലെങ്കിൽ ഇന്ന ആള് എൻ്റെ പാട്ട് പാടണം. ഇപ്പൊ സപ്പോസ് ഞാൻ പറയാം, നമുക്ക് എന്റെ പാട്ട് യേശുദാസ് പാടണം, അങ്ങനെയൊക്കെ ആഗ്രഹം തോന്നിയിട്ടുണ്ടായിരുന്നു? അങ്ങനെ കുറെ പേരുണ്ട്. നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാവും. ആ ഒരു ലിസ്റ്റിൽ ആരെയായിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുക? ഇപ്പൊ ഞാൻ ചോദിക്കുമ്പോൾ ആരായിരിക്കും പറയാം? അത് അങ്ങനെ ചോദിച്ചാൽ അത് സോങ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സോങ്. കുറെ കാര്യങ്ങൾ നോക്കാണ്ട്. അതിൽ എന്താണ് പാട്ടിന്റെ മൂഡ്, എന്താണ് അതിൽ അഭിനയിക്കുന്ന ആളുമായിട്ട് ഈ വോയിസ് മാച്ച് ആവോ, അതൊക്കെ നോക്കേണ്ടതുണ്ട്. എനിക്ക് കുറേ പേര് അങ്ങനെ ലിസ്റ്റിലുണ്ട്. ഇവൺ അനിരുദ്ധിനെ പോലെ കൊണ്ട് പാടിക്കണം എന്ന് പോലെ എനിക്ക് ആഗ്രഹമുണ്ട്. നമുക്ക് നമ്മളെ ഒരു ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു ഗുരുനാഥൻ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു ഗുരുനാഥൻ ഉണ്ടായിരുന്നു നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കൈപിടിച്ച് കയറ്റാൻ? സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഈ ഒരു മേഖലയിലേക്ക് പോകുന്നതായിരിക്കും നല്ലതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ എൻ്റെ മ്യൂസിക് ടീച്ചർ തന്നെ. സ്കൂളിലൊരു മ്യൂസിക് ടീച്ചറുണ്ട്. അവിടെ ഒരു മ്യൂസിക് ക്ലബ്ബൊക്കെ ഉണ്ട്. അവിടുത്തെ ഞങ്ങളെപ്പോഴും ഇങ്ങനെ ഒരു വൈകിട്ട് സ്കൂൾ ടൈം കഴിഞ്ഞാൽ അവിടെ ആ ക്ലബ്ബിൽ ഇരുന്നുകൊണ്ട് നമ്മളിങ്ങനെ ഹാർമോണിയം വായിക്കുകയും തബല വായിക്കുകയും പാട്ട് പാടുകയൊക്കെ ചെയ്യും. അതിൽ സാറും ഉണ്ടാവും. അപ്പോൾ സാറാണ് ഇങ്ങനെ സൗണ്ട് എഞ്ചിനീയറിങ്ങിന് പോകണം, എന്നിട്ട് ഈ മേഖലയിൽ നല്ലതായിരിക്കും എന്നൊക്കെ സാറാണ് പറഞ്ഞത്. രാമേന്ദ്രൻ മാസ്റ്റർ എന്നാണ് സാറിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഈ പാട്ടുകൾ, പഴയ പാട്ടുകൾ, ഇപ്പോഴത്തെ പാട്ടുകളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഏത് പാട്ടുകളാണ് കൂടുതൽ നന്നായിട്ടുണ്ട് തോന്നിയത്? അല്ലെങ്കിൽ ഏത് കാലഘട്ടമാണ്, അല്ലെങ്കിൽ ഇപ്പോഴാണോ പാട്ടുകൾ ബെറ്റർ ആവുന്നത്, അല്ലെങ്കിൽ പഴയ പാട്ടുകളാണോ? അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? നമ്മളങ്ങനെ താരതമ്യം ചെയ്യാറുണ്ടോ പാട്ടുകളിനെ? അങ്ങനെ ബെറ്റർ എന്നുള്ളതല്ല, ഓരോ കാലഘട്ടത്തിന് അനുസരിച്ചിട്ട് ഓരോ സമയത്തും ആ കാലഘട്ടത്തിന് യോജിച്ച രീതിയിലുള്ള പാട്ടുകളാണ് ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പഴയത്, ചില ആൾക്കാർ പഴയത് ഭയങ്കര മഹത്തരം ആണ്, ഇപ്പോഴത്തെ കൊള്ളൂല എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു അഭിപ്രായം ഒന്നും എനിക്കില്ല. എനിക്ക് ഇപ്പോഴത്തെ ഇഷ്ടമാണ്, പഴയത് ഇഷ്ടമാണ്. പഴയതുപോലത്തെ പാട്ട് ഇപ്പോൾ ചെയ്താൽ ഒരിക്കലും വർക്കാവില്ല. ആൾക്കാർ ഈ പറയുന്ന ആൾക്കാർ പോലും പറയുന്ന ആൾക്കാർ പോലും അത് കേൾക്കില്ല. എനിക്ക് തോന്നില്ല. അങ്ങനെ പല പാട്ടുകൾ ഇവിടെ ഉണ്ടാവുന്നുണ്ട്, പക്ഷേ അത് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട്. അത് ഓരോ കാലഘട്ടത്തിന്. ഇപ്പോൾ ഞാൻ പഴയ പാട്ടുകളിനെക്കാട്ടും കൂടുതൽ പുതിയ പാട്ടുകൾ തന്നെയാണ് കേൾക്കുന്നത്. പുതിയ പാട്ടുകളാണ് ഇഷ്ടപ്പെടുന്നത്. ഇന്ന് എന്താണോ ട്രെൻഡ്, ആ ട്രെൻഡിൽ ജീവിക്കുക. അതെ 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 എന്ന് കരുതി പഴമയൊന്നും നമ്മൾ തള്ളി പറയുന്നില്ല. കൂടുതലും ഇംഗ്ലീഷ് സോങ്സ് ഒക്കെയാണ് ഇപ്പൊ കേൾക്കുന്നത്. കൂടുതലും പുറത്തുള്ള സോങ്സ് ആണ്. ഈ ഒരു സമയത്ത് എനിക്കറിയില്ല, അത് ചിലപ്പോൾ മാറാം, പിന്നെ തിരിച്ചു വരാം. ഇപ്പം
പോപ്പ് മ്യൂസിക്കുകളാണ് കൂടുതലും, വെസ്റ്റേൺ പോപ്പ് മ്യൂസിക്കുകൾ, കെ പോപ്പ് അടക്കമുള്ള. അപ്പൊ നമുക്കിനി ഈ വൈബ് ഉണ്ടാക്കുന്ന ഇതുപോലെ പാട്ടുകൾ കേട്ടിട്ടാണോ ഇതുപോലത്തെ? അതെ അതെ, ഉറപ്പായിട്ടും പാട്ടുകൾ കേട്ടിട്ട് തന്നെയാണ്, അത് തന്നെയാണ് ഏറ്റവും വലിയ സ്റ്റഡി മെറ്റീരിയൽ. പാട്ട് കേൾക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇതിൽ നമ്മളെ ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതിൽ. അപ്പോൾ നമ്മൾ ഇഷ്ടങ്ങൾ പലതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മ്യൂസിക് അല്ലാതെ വിഭിന്ന താല്പര്യം എന്തിനോടൊക്കെയാണ്? എനിക്ക് ഞാൻ കുറച്ച് ടെക് ഭ്രാന്തുള്ള ആളാണ്. ഇപ്പോൾ ടെക് വീഡിയോസ് കാണാം, അതിൽ എന്തൊക്കെയാണ് ടെക് വേൾഡിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കുക, അപ്ഡേറ്റഡ് ആണ്. അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്, കുറച്ച് നല്ല രീതിയിൽ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ കാറുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാർ ക്രേസ് ഉണ്ട് അത്യാവശ്യം. അതിനെ പറ്റിയിട്ടുള്ള എന്താണ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ എന്താണ് നടക്കുന്നതെന്ന് ഞാൻ എപ്പോഴും നോക്കാറുണ്ട്. ആക്ച്വലി നമ്മളിങ്ങനെ മുൻപിൽ കാണുന്ന ഒരു ആളെ അല്ല ഉള്ളിൻ്റെ ഉള്ളിലെന്നാണോ? ചിലപ്പോൾ ആയിരിക്കാം. അതെ അതെ, എൻ്റെ ഉള്ളിൽ വേറൊരു ഞാനുണ്ട് എന്നാണ്. ഞാൻ ചിലപ്പോൾ ഉണ്ടാവാം. എന്നുവെച്ചാൽ ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം, ഈ അടുത്ത് എന്നെ ഒരുപാട് പരിചയമില്ലാത്ത, പക്ഷെ പരിചയമുണ്ട് എന്നാൽ ഭയങ്കര ഫ്രണ്ട്സ് അല്ലാത്ത ആൾക്കാരുടെ കൂടെ ഒരു ട്രിപ്പ് ഒരു സ്ഥലത്ത് ഒരു വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോൾ എൻ്റെ വണ്ടിയാണ്, അവരെന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അവിടെ എത്താൻ കുറച്ച് സമയമേ ഉള്ളൂ നമുക്ക്. അപ്പോൾ ഞാൻ നല്ല സ്പീഡിൽ വണ്ടി ഓടിക്കുന്ന ആളാണ്, അത്യാവശ്യം നല്ല സ്പീഡിൽ ഓടിക്കുന്നതാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ കയറി, പിന്നെ ഞാൻ പെട്ടെന്ന് എത്തിച്ചു അവിടെ. അപ്പോൾ അവർ പറയാം, ബിബിനെ കണ്ടാൽ ഇങ്ങനെ പറയില്ല, ഇങ്ങനെ വണ്ടി, ഞങ്ങൾ വിചാരിച്ച് നല്ല വണ്ടി ഓടിച്ച് അവിടെ എത്തണം ഒരു സമയമാവും. അങ്ങനെ അതാണ്, അങ്ങനത്തെ ചില കാര്യങ്ങൾ എന്നെ കണ്ടിട്ട് സംസാരിക്കുമ്പോൾ ആയിരിക്കും പോലെ അല്ല, ചില കാര്യത്തിൽ ഞാൻ എൻ്റെ ഒരു പെരുമാറ്റം വിലയിരുത്തരുത്. കാരണം ഇതൊന്നും അല്ല ഞാൻ എന്നല്ലേ, ഇതൊന്നും അല്ല ഞാൻ, ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ വേറൊരാളാണ്. അങ്ങനെ ടോട്ടലി അങ്ങനെയല്ല. ചില കാര്യത്തിൽ ഇപ്പോൾ ചില ആൾക്കാർ എന്നിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതായിരിക്കില്ല എൻ്റെ ഒരു റിയൽ ക്യാരക്ടർ. അത് പക്ഷെ എന്നെ നന്നായിട്ട് അറിയുന്ന ആൾക്കാർക്കൊക്കെ എല്ലാവർക്കും അറിയാം, എന്റെ ഫ്രണ്ട്സിനൊക്കെ എല്ലാവർക്കും. ആക്ച്വലി ഈ ഇന്റർവ്യൂ കഴിയുന്നതോറും എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ ആദ്യം കണ്ട ആളെ അല്ല ഇപ്പൊ എന്റെ മുൻപിൽ ഇരിക്കുന്നത്. കാരണം ഞാൻ ആദ്യം കണ്ടപ്പോൾ ഒരു പാവ മനുഷ്യനായിരുന്നു, ഇപ്പൊ കണ്ടത് ഞാൻ അത്ര പാവ മനുഷ്യനല്ല ഞാൻ കാണുന്നത്. ഓക്കെ, ഭയങ്കര സന്തോഷം നമ്മുടെ യുവ എന്റർടൈൻമെന്റ് ചാനലിൽ വന്നതിൽ. ഒരു ചാറ്റ് വിത്ത് സെലിബ്രിറ്റി, അതായത് ഇന്ന് എന്റെ സെലിബ്രിറ്റി ആയിരുന്നു ബിപിൻ. താങ്ക് യു സോ മച്ച്. അടുത്ത പുതിയൊരു സക്സസ്സും ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. ബൈ.